എന്റെ പൊന്നെ, ഒരു സീരിയൽ നടനും ഒരു സീരിയൽ നടിയും വരാൻ വേണ്ടി മൊത്തം ലാഗാലോ. പക്ഷെ സീരിയല് പോലെ എന്റെ കല്യാണം ഇക്കടെ കല്യാണം ഈ നവംബർ 24-25. ഇക്കാളെ കല്യാണം എന്റെ കല്യാണം എന്തൊക്കെ ഇനി എന്തടിച്ചാണെന്ന് നന്നായിട്ട് മദ്യപിക്കൂലേ? ഭയങ്കര കണ്ണീർ ഓഫ്. അത് ഞാൻ എനിക്ക് തോന്നിയിട്ടില്ല. പുറത്തു വരാൻ പറ്റും ഇവിടെ കുശുമ്പല്ലേ. ഈ ഗ്ലാസ്സിൽ കുറച്ച് ബുദ്ധി തരാമോ? എനിക്ക് രാവിലെ കുടിക്കാനോ അറിയോ? ആ വ്യക്തി നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് എല്ലാരും പറയുന്ന സമയപ്പോഴാണ് ആ വ്യക്തി മരിച്ചു. ഞാൻ 6 മാസം ഞാൻ ഫേസ് ചെയ്ത കാര്യമാണ്. ഇത്ര പ്രശ്നം വന്നപ്പോ എന്നെ വിളിച്ച് ആശ്വസിപ്പിക്കാൻ പോലും ഒരാളുണ്ടായില്ല. ഇവന്മാരുടെ ഈ സൈബർ ബുള്ളിങ്ങും ഈ കുറ്റം പറച്ചിലും കാരണം വേറൊരു സംഭവം ഓരോ ബോഡി പാർട്ടിന് നമ്മളെക്കാളും വലുതാണ്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് കഴിക്കണമെങ്കിൽ നിന്റെ മൂക്കില് പല്ല് വരും. കാര്യം എനിക്ക് പെണ്ണ് കിട്ടണമെങ്കിൽ ഇനിയിപ്പോ എന്റെ പൊന്നെ, ഒരു സീരിയൽ നടനും ഒരു സീരിയൽ നടിയും വരാൻ വേണ്ടി മൊത്തം ലാഗാലോ. പക്ഷെ സീരിയല് പോലെ എപ്പിസോഡ് പോലെ നീണ്ടു രണ്ടുപേര് ഫേമസ് ആയോണ്ടേ കണ്ടില്ല. ഭയങ്കര പൊക്കല്ലേ. അടുത്തത് അയ്യോ, ഇത് ബോഡി ഷേമിംഗ് അല്ലടാ. ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ 6 മാസം ഏറിലായിരുന്നു. വീണ്ടും കെട്ടിക്കോ എന്നാ തെറി പറയട്ടെ. എന്തോ പോയി എന്താ പൊട്ടി പോണ മുകേഷൻ ഇത് മറ്റേ ഡാൻസ് ക്ലാസിന്റെ അവിടെ നിന്ന് എടുത്തോളൂ. മുകേഷന്റെ സ്ഥലമാണല്ലോ അല്ലേ? മുടി തൊട്ട് കളിക്കരുത് പിന്നല്ലാതെ. പെരുമ്പാവൂരല്ലേ വീട്. ഇതൊക്കെ ഞാൻ ബേസിക്കലി മോഡലാണ്. കമന്റ് ഇട്ടോട് ആൾക്കാർ ഞാൻ മോഡലിംഗ് ചെയ്യുന്ന ആളാണ്. പൊക്കമുള്ളതുകൊണ്ട് ആളാ. ഞങ്ങള് വന്നപ്പോ ഒരാൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഞാൻ കണ്ടില്ല. കാറ് മാത്രം കാറിൽ സീറ്റ് 2 ആൾക്കാരെ കാണാൻ പറ്റില്ല. അയ്യോ, അനു പാതാളത്തിലേക്ക് പോയാ. അനു ജീവനും പൊളിയാ. അതാണ് ഇവർക്ക് നടനായ അവർ ഭയങ്കര ഇഷ്ടമല്ല. അബീബിസ്മായി എന്ന് പറഞ്ഞ സീരിയൽ. എന്താ സാധനം? ലാഗിങ് പരിപാടി. എന്താ പേര്? നിങ്ങളുടെ പരിപാടി മാത്രം ഒരു ലാഗും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ പരിപാടിയല്ല ലാഗ് പരിപാടി. എന്നാണ് നിന്റെ കല്യാണം? നേരത്തൊക്കെ പറഞ്ഞ് എന്റെ കഴുത്ത് കഴിക്കുന്നു. കുറെ നേരോട്ട് നോക്കി എവിടെയെങ്കിലും പോയി ഇരിക്കാത്ത ലുക്ക് കൊടുത്ത് പക്ഷേ പണ്ട് തൊട്ട് മുട്ടൻ കോഴി അവന് ആര് ഏത് കോഴി കോഴിയൊന്നല്ല, അതായത് ഒരു ചെറിയ ഗിരിയാതി കോഴി. ഫുഡ് കഴിക്കാം. എനിക്ക് ഫസ്റ്റ് ഫുഡ് കഴിക്കണ്ടേ. അപ്പൊ എനിക്ക് വിശക്കുണ്ട്. നിങ്ങൾക്ക് വിശക്കണമെന്ന് എനിക്കറിയാം. കാര്യം നിങ്ങൾക്ക് നല്ല ഞമ്മ അയച്ചായിരിക്കും. കാര്യം നിങ്ങൾ ഷൂട്ടിന്റെ ചായ ഒന്നും വിത്തൗട്ട്. എനിക്ക് ഷുഗർ ഇല്ല, അതുകൊണ്ട് ഞാൻ വിത്തൗട്ട് കഴിക്കാം. ഷുഗർ കുറച്ചുണ്ട്. ആ മീഡിയം, നല്ല മീഡിയം. ഷുഗർ ഓക്കെ, താങ്ക് യു ഭയ്യ. ആ സ്വഭാവം പുള്ളിയെ പോലെ തന്നെയല്ലേ? അയ്യേ പഞ്ചല, നിന്റെ ക്യൂട്ട്നെസ് ഇല്ലേ ആ വാരി വിതരണമുണ്ട് ഈ ബ്ലോഗ് കേറൂല. ലക്ഷക്കണക്കിന് പൈസ കൊണ്ട് പൊന്നാണ് സീരിയല് സെറ്റ് ചെയ്തൊക്കെ ഒരു സെറ്റിൽ നിന്ന് ഒരു സെറ്റിലേക്ക് പോയി അഭിനയിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഒരു കുഴപ്പമില്ല. 150 സീരിയൽ വിളി ചെയ്യണേ. അല്ല ഞാൻ പറയണ സൂപ്പർ ഫുഡാണ്. എന്താ ഓർഡർ ചെയ്തോ, പൈസ കൊടുത്താൽ മതി. അല്ല, അത് പുതിയ ഫാഷൻ. അത് അതിനുവേണ്ടി അത്ര രോമം ബാക്കി വെച്ചിരിക്കുന്നു. കോമഡി, രോമൻ കോമഡി അല്ലടാ നീ മൊത്തം. രോമാഞ്ച കഞ്ചുകനാണ്. രോമാഞ്ചം. പിന്നെ വിശേഷം എന്ന് പറഞ്ഞാല് അനുവിനെ നമുക്ക് കല്യാണം കെട്ടിച്ചു. ഞാൻ എന്റെ കാര്യം പെണ്ണ് കെട്ടുന്ന എപ്പോഴും ചിന്ത എനിക്കിങ്ങനെ ചിന്തയാ, തിങ്കിങ്ങാ. ആ ഒരു സാധനം ഉള്ളതുകൊണ്ട് അനുവിനെ എനിക്ക് പെണ്ണ്
അനുവിന് എനിക്ക് പെണ്ണ് കിട്ടിക്കുന്നു എന്റെ കാര്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ഇവളെ കെട്ടിച്ചിട്ട് വേണം എനിക്കൊരു കല്യാണം കഴിച്ച് 2 കുട്ടികളായിട്ട് സെറ്റിൽ ആവാൻ. കെട്ടിയിട്ടേ ഞാൻ കിട്ടുള്ളൂ. അത് ഞാൻ ഇപ്പൊ ഞാൻ ആരിനാട് വലിയ എമിറേറ്റ്സ് ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യുന്നുണ്ട് ടൗൺഷിപ്പിൽ. ഹലോ പെരുമ്പാവൂർ എന്താ പറയാൻ വന്നല്ലേ? പിന്നെ കട്ടൻ ചായ ചൂടുണ്ടാവൂലേ? നിന്റെ കല്യാണത്തിന്റെ കാര്യം പറ. എന്റെ കല്യാണം ഇക്കടെ കല്യാണം ഈ നവംബർ 24-25. ഇക്കടെ കല്യാണം എന്റെ കല്യാണം എന്തൊക്കെ ഇനി എന്താ അടിച്ചേക്കണെന്ന് വാറ്റാൻ അടിച്ച അച്ഛൻ മാറ്റിയ അല്ല ഇതൊക്കെ ഞാൻ പോകട്ടെ ഇവിടെ തന്നെ. ഇക്കടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുന്നുള്ളൂ. എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് കഴിക്കണമെങ്കിൽ നിന്റെ മൂക്കില് പല്ല് വരും. കാര്യം എനിക്ക് പെണ്ണ് കിട്ടണമെങ്കിൽ ഇനിയിപ്പോ അത്രയും കേരളം മൊത്തം ഏറ്റെടുത്തൊരു കെട്ടിക്കാൻ വേണ്ടി നോക്കുവാണ് ഞാൻ തലേ കൊണ്ടുവച്ചു. അവന് കല്യാണം എനിക്കിത് ഭംഗിയില്ലേ? അത് ഞാൻ എനിക്ക് ഭംഗിയില്ലേ? എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് എനിക്ക് തോന്നിയണ്ടാ ഈ ടൗല് കാണിച്ചു കൊടുത്തത്. ആ ടൗല് ഞാൻ കാണിച്ചു മൂക്കളല്ല അല്ലാതെ ഈ ടവല് മൊത്തം ലിപ്സ്റ്റിക് ഒന്നല്ല ഫൗണ്ടേഷൻ കാണിച്ചു. വെള്ള ടവലില് ഫുള്ള് ഫൗണ്ടേഷനാ. എന്നിട്ട് വിശേഷങ്ങളിലേക്ക് പോവാന്ന്. അതുപോലെ മേക്കപ്പ് കോമഡിയിൽ നിന്ന് വിശേഷ കോമഡിയിലേക്ക് പോവാം. സിനിമ ഇറങ്ങാണ് പേട്ടറാപ്പ് എന്ന് പറഞ്ഞ മൂവി. അത് ഈ മാസം ഉണ്ടെന്നാ പറഞ്ഞ ഓണത്തിനായിരിക്കും. ഒരു ഡയലോഗ് ഉണ്ട്. ഞാനൊരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടത് കണ്ടില്ലേ? ഭയങ്കര ഓവറായിട്ട് ആർട്ടിഫിഷ്യലായി തോന്നുകയില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം കാണുന്നത് പ്രഭുദേവ് കണ്ടായിരുന്നു. പിന്നെ പ്രഭുദേവ് ഞാൻ തമ്മിൽ കോമ്പറ്റീഷൻ പ്രഭുദേവ് ഞങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ നല്ല അടിപൊളി. അതാണ് നമ്മൾ മലയാള സിനിമയും തമിഴ് സിനിമയും തമ്മിൽ വ്യത്യാസം പറയുന്നത്. ഞാൻ തമിഴിൽ ഒരുപാട് പടം ചെയ്തിട്ടില്ല. പക്ഷെ അവിടുത്തെ ആർട്ടിസ്റ്റുകൾ ഭയങ്കര ഡൗൺ ടു എർത്താണ്. ഇവിടെയും കുറെ ആൾക്കാരുണ്ട് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള. എന്നാലും ഞാൻ പറയാം ഇപ്പൊ എല്ലാരും നമുക്ക് എനിക്ക് സുഹൃത്തുക്കളൊക്കെ എന്തൊക്കെ എല്ലാരും നല്ല മമ്മൂക്കാനെ എനിക്ക് ഏറ്റവും ഇഷ്ടം. പൃഥ്വിരാജിന് ഇഷ്ടമാണ്. പിന്നെ ടോവിനോ ഉണ്ണി, മോഹൻലാൽ, ആസിഫ് അലി, അങ്ങനെ ഒരുപാട് എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാർ. അപ്പൊ ഞാൻ പറയാം എനിക്ക് അറിയുന്ന ആൾക്കാരാട്ടോ. ഇവർ പൃഥ്വിരാജിനെ എനിക്ക് നേരിട്ട് ഒരു വട്ടം ഇങ്ങനെ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കുന്നത്. അതെനിക്കറിയാമോ നീ അത് തന്നെ ഇടയ്ക്ക് ഇത് ക്യാമറ ഓഫ് ചെയ്തപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കും എനിക്കൊരു ഫോട്ടോ എടുക്കണം പൃഥ്വിരാജിന്റെ കൂടെ. ഒരു ആടുജീവിതം കണ്ട് ഞാൻ അയാൾ ഡൈഹാർട്ട് ഫാനായി. ഡയറക്ടർ എന്ന രീതിയിൽ ലൂസിഫറിൽ വേറെ ലെവല് സാധനല്ലേ എമ്പുരാൻ വരാൻ പോകുന്നു. എമ്പുരാൻ വന്നു കഴിഞ്ഞാൽ എന്താവും അള്ളാഹ് വേറെ ലെവലിൽ പോകുന്നു. ഞാനിപ്പോ പുള്ളിനെ എപ്പോഴും പോയി കാണാൻ പറ്റില്ലല്ലോ കണ്ടു പഠിക്കാൻ. അതോ ഞങ്ങളുടെ നാട്ടില് കഷായൊക്കെ അരച്ച് കളിച്ച് കുടിക്കുന്നുണ്ട്. സിനിമ ഞാൻ കുടിക്കാറൊന്നുമില്ല. സ്റ്റാർ മാജിക് സ്റ്റാർ മാജിക്കില് ഭയങ്കര കോമഡി കഴിഞ്ഞ എപ്പിസോഡിലെ 2 എപ്പിസോഡില് എന്നെ പറ്റി ഭയങ്കര നെഗറ്റീവ് കമന്റ്. എന്താണ് സ്വാഭാവികല്ലേ? ഞാനും ഒക്കെ ആയിട്ടുള്ള സ്വാഭാവികല്ലേ? നമ്മൾ അവിടെ കാണിക്കുന്നില്ലേ? അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര ഓവറാണ്. ഞാൻ ആക്ച്വലി ഈ നെഗറ്റീവ് കമന്റുകൾ നോക്കാറില്ല. കാര്യം ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടില് ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത്. ഈ പറഞ്ഞ ഈ വ്യക്തികൾ ഇപ്പൊ നടന്മാരെ പറ്റി തന്നെ പറയാം. ഈ നടന്മാരുടെ സിനിമകളൊക്കെ പോയി കണ്ട് അതിനെപ്പറ്റി വിമർശിക്കുകയും അതിനെപ്പറ്റി നല്ലത് പറയുന്ന ആളുകൾ തന്നെയാണ് ഒരു പ്രശ്നം വരുന്നതിനൊക്കെ കുറ്റം പറയുന്നത്. അടിച്ചാക്ഷരി കണ്ണുങ്ങൾ കാണാൻ ഞാൻ പഠിച്ചിട്ട് പാടില്ല. കണ്ണുകൾ കാണാതെ ഒരാളെയും കുറ്റം ഉണ്ടാക്കും. ചെവിയുണ്ടോ അല്ലെ നമ്മൾ ഈ ലോകത്ത് ആരും നല്ലവരല്ല. തെറ്റ് ചെയ്യാത്തവരാരും തെറ്റിച്ചാത്ത ആരെങ്കിലും ഉണ്ടോ ഗോപു? അത് നിനക്കറിയില്ല? എനിക്ക് ഓർമ്മയില്ല. കണ്ടിട്ടുണ്ടാവൂലോ? ഓർമ്മയില്ലെന്ന് കണ്ടിട്ടുണ്ടോ? തെറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ ഗോപു? അത് ആരാ പറയണേ? അതൊരു നടിയാ. നമ്മുടെ സ്റ്റാർ മാജിക് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റാർ മാജിക് ഒരുപാട് വരുന്നുണ്ട്. ഷക്കീല അങ്ങനെ അറിയാം. അല്ല ഞാൻ ശരിക്കും പറഞ്ഞതാ. ക്യാമറ എന്റെ മുന്നിലായിരിക്കുന്നത്. ചളി വാരി എറിയണം. ഞാൻ ആലോചിച്ചിട്ടാണ്. ഞാൻ കെട്ടുന്നില്ല. 24-ാം തീയതി കഴിയുമ്പോ അവന്റെ അവസ്ഥയാണ് ഞാൻ 24-ാം തീയതി കല്യാണം, 25-ാം തീയതി റിസപ്ഷനാ. അതൊക്കെ ഞാൻ വഴിയെ പറയും. വരാതിരിക്കാനാ പറയട്ടെ. നവംബർ 24-25 കഴിയുമ്പോ ആ തലവേദന അങ്ങ് മാറി കിട്ടും. ഇങ്ങനെ ഇക്ക വരത്തില്ലേ?
ഞാൻ തിരുവനന്തപുരത്തേക്ക് വല്ല കല്യാണം നീ പെരുമ്പാവൂർക്കാക്ക്. ഉറപ്പായിട്ടും ഞാൻ തിരുവനന്തപുരം വരെ ഉള്ള കല്യാണത്തിന് കാർ ഓടിച്ച് തിരുവനന്തപുരം ഡീസൽ അടിച്ച് ഞാൻ എന്തായാലേ ഒരു പണി ചെയ്യാം. നമുക്ക് സ്കൈപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാസ്കരി അറിയത്തില്ലേ അറിയാം മറ്റേ നമുക്ക് ഇവളുടെ കല്യാണം നമുക്ക് ഓൺലൈനിലാണ്. ഞാൻ ഒരു കാര്യം നിങ്ങൾ രണ്ടോടെ പറയാം. എന്റെ കല്യാണം എന്നെ ഒരാളെ തലയിൽ കൊണ്ട് കെട്ടിക്കാനോ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കും. പറയട്ടെ, എനിക്ക് കല്യാണം കഴിക്കണ്ടേക്കാം. കാരണം ഡിവോഴ്സ് ആവും. കാരണം ഡിവോഴ്സ് ആവും പറയാൻ പറ്റത്തില്ല. ഞാൻ അനുവിനെ ഇരുത്തി പോകത്തല്ല. അടുപ്പുള്ള സ്ത്രീകളിൽ ഒരാളാണ് എന്റെ സിസ്റ്റർ കൊണ്ടാണ്. കാര്യം ഞാൻ സിസ്റ്ററാക്ക എന്റെ വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കുകയും എന്റെ ഉമ്മാനായിട്ട് അത്ര ബന്ധവും സ്റ്റാർ മാജിക്കിലെ എല്ലാ പെൺകുട്ടിയായിട്ടും ഉമ്മ ബന്ധമാണെങ്കിലും അതിലൊരു പ്രത്യേക ബന്ധമാണ് അനുവിടെ. ഉമ്മാക്കറിയാം എനിക്ക് അങ്ങനെ ഞാൻ പെൺപിള്ളേരെ അങ്ങനെ സഹായിക്കുന്നില്ല. എനിക്ക് അങ്ങനെ പെൺപിള്ളേരെ വലിയ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് സത്യമായിട്ടും. ഞാനായി എന്റെ ജീവിതത്തിൽ ആകെ വിശ്വാസമുള്ള എന്റെ ഉമ്മയാണ്. അത് എനിക്ക് വന്ന പാഠങ്ങളാണ് ഞാൻ പഠിച്ച് ഞാൻ ഫേസ് ചെയ്ത സിറ്റുവേഷൻ കൊണ്ടാട്ടോ. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കുറച്ച് സ്ത്രീകളിൽ വിശ്വാസമുള്ളത് അതിന്. അപ്പൊ ഈ അനുവിനെ കെട്ടണമെങ്കിൽ ഭയങ്കര ലക്ക്. ഞാൻ പറയുന്നത് ഞാൻ ഇത് പുകഴ്ത്താൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. അനുവിനെ കെട്ടണമെങ്കിൽ ഭീകരമായ ലക്ക്. കാര്യം ഒരു കാരണം എന്ന് പറഞ്ഞാല് ഇവൾ ഭയങ്കര ഹാർഡ് വർക്കാണ്, കുടുംബം നോക്കുന്നതാണ്. ഇപ്പൊ ഏത് വീട്ടിലേക്ക് പോകണമെങ്കിലും അവൾ ആ വീടായിട്ട് ഭയങ്കര ജെല്ലാണ്. അതൊരു മനുഷ്യന് ഏറ്റവും വലിയ ക്വാളിറ്റി. ഞാൻ ഇരുത്തി പുകഴ്ത്തണമെന്നല്ല, ഉള്ള കാര്യം ഞാൻ പറയാം, സീരിയസ്ലി പറഞ്ഞ കാര്യം. പിന്നെ കുശുമ്പ്, കുശുമ്പിന്റെ അങ്ങറ്റം. ചെറിയ കാര്യങ്ങൾക്ക് നമ്മളൊരു വ്യക്തിയോട് പിണങ്ങുന്ന ചെറിയ കാര്യങ്ങൾക്ക് അത് ഇവിടെ ഒരു മെയിൻ സാധനമാണ്. ചെറിയ കാര്യങ്ങൾക്ക് അവളുടെ ക്യാരക്ടറിലുള്ള. അപ്പൊ ഇതൊക്കെയാണ് ഇവളുടെ ഡ്രോബാക്ക്. ഞാൻ പറയുന്നതാണ്, ഭയങ്കര പിണക്കും കുശുമ്പും ചെറിയ ഈഗോ ക്ലാഷ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഒരു കാലത്ത് ഉദ്ഘാടനത്തിന് പോയാലെയാ, ഉദ്ഘാടനത്തിന് പോയപ്പോ കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് 5-6 പിള്ളേരൊക്കെ ഉണ്ട്, നല്ല ക്രൗഡാ. അപ്പൊ ഫ്രണ്ടിൽ കുറച്ച് പിള്ളേർക്ക് എന്നെ കൂടുതൽ ഇഷ്ടം. ഞാൻ ഇങ്ങനെ ആൺപിള്ളേരാണ്, ചെറിയ പിള്ളേർ. ഇവള് വളാന്ന് പറഞ്ഞ് ആ പിള്ളേരെ വെറുപ്പ് സമ്പാദിച്ചിട്ട് ഞാൻ സംസാരിച്ച ഭയങ്കര കയ്യടി പോയി. അപ്പൊ ആരെ ഇഷ്ടം ആങ്കർ പറഞ്ഞു. അപ്പൊ എന്നെ ഇഷ്ടം എന്ന് പറഞ്ഞു പിള്ളേര് എന്നെ ഇഷ്ടം. ഞാൻ അപ്പൊ അവളോട് അത് ഷിയാസ്ക നേരത്തെ പതി സെറ്റ് ചെയ്താന്ന് പറഞ്ഞു. പിള്ളേർക്ക് ദേഷ്യം വന്നില്ല. പിള്ളേര് അനുമോളെ കൂവില്ല. അനുമോൾക്ക് ലാസ്റ്റ് അനുമോള് തിരിഞ്ഞു ഇങ്ങനെ കണ്ണു പറഞ്ഞിട്ട് കണ്ണിങ്ങനെ ഇങ്ങനെ തെറിച്ചു കളിയാ കണ്ണീര്. എന്നിട്ട് കോമഡി വേറെ. ആ കോർഡിനേറ്റർ എന്താ ഇത് ഞാൻ അറിഞ്ഞില്ല. അത് പറയാൻ പുറത്തു പറയാൻ പറ്റും. ഇവളുടെ കുശുമ്പല്ലേ. ആ പിള്ളേരോട് എന്നോട് ദേഷ്യം കാണിക്കാൻ പറ്റൂല്ലോ. എന്നോട് ദേഷ്യം കാണിച്ചാൽ ഞാൻ ഉദ്ഘാടനത്തിൽ വിളിക്കൂലെന്ന് പറയും. മലപ്പുറം കണ്ണൂർ സൈഡിലേക്ക് അനുമോള് മലപ്പുറം കണ്ണൂർ സൈഡിൽ ഉദ്ഘാടനത്തിന് പോകുമ്പോ ഞാനാണ് ചുമന്ന് കൊണ്ടുപോണേ. ഇവളാണ് ഈ പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിലും റേവഡിഷന് പോയി നിൽക്കുമ്പോ കാർ എടുക്കുമല്ലോ. കാർ ഓടിക്കറിയോ? ഞാൻ പറഞ്ഞല്ലോ സ്റ്റിയറിംഗിൽ തൂങ്ങിയിരുന്നാണ് വണ്ടി പിടിക്കുന്നത്. കാറിൽ കാണാൻ പറ്റില്ല അനുമോളെ. ആ സംഭവത്തില് അന്ന് ഇവൾക്ക് ആരുടെ ദേഷ്യാരോടാ? ആങ്കറിനോട്. എന്താ കാര്യം ചെയ്യുന്നത്? ഈ ആങ്കർ എനിക്ക് മുമ്പേ അറിയാം. ഇവള് എല്ലായിടത്തും എന്നെ സംസാരിക്കുന്ന അങ്ങനെയൊന്നുമില്ല ബ്രോ. അവള് നന്നായിട്ട് സംസാരിക്കും, ഇവൾക്ക് സംസാരിക്കാൻ അറിയില്ല. അതല്ല സംഭവം. ഈ കുട്ടി നല്ല ആങ്കർ ഒക്കെ തന്നെയാണ്. ആ കുട്ടി പാട്ട് പാടും, ആങ്കർ ചെയ്യും, ഡാൻസും കളിക്കും. അതല്ല സംഭവം. പിന്നെ കാണാനും ഗ്ലാമറും ഉണ്ട്, പൊക്കമുണ്ട്. അങ്ങനെയല്ല സംഭവം. നല്ല ആങ്കർ കാണാൻ സുന്ദരിയാ, പാട്ട് പാടും, ഡാൻസ് ചെയ്യും. അത് തന്നെ. നിങ്ങൾ പോലെ മന്ദബുദ്ധിയല്ല. ഈ ഗ്ലാസ്സിൽ കുറച്ച് ബുദ്ധി തരാമോ? എനിക്ക് രാവിലെ കുടിക്കാനോ? ഞാൻ പല ഇന്റർവ്യൂ ഇക്കടെ കണ്ടിട്ടുണ്ട്. പല ഇപ്പൊ സ്റ്റാർ മാജിക്കിലാണെങ്കിലും ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മളെ ഇക്ക പോകുന്ന ഇന്റർവ്യൂലാണെങ്കിൽ ഇനാകൃഷ്ണൻ ഇക്കടെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം തുറന്ന് ഇക്കടെ ഷോർട്ട് വീഡിയോകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ അതിന് താഴെ കുറെ കമന്റുകൾ കാണുന്നുണ്ട്, നെഗറ്റീവ്. ഞാൻ പറയട്ടെ, പുള്ളിക്കാരനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഇപ്പൊ എത്ര വർഷമായി കാണും? സ്റ്റാർ മാജിക് വന്നിട്ട് 5 കൊല്ലമായി. ആ 5 കൊല്ലമായിട്ട് എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ശുദ്ധ പാവമാണ് കേട്ടോ. ആള് ഉള്ളില് ഒന്നും വെച്ച് സംസാരിക്കത്തില്ല, എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുന്നതാണ്. നമ്മള് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഉള്ളിലെല്ലാം വെച്ചിട്ട് പുറമെ അഭിനയിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ മനുഷ്യരാണ് എല്ലാവരും. പക്ഷെ
പുള്ളിക്കാരൻ എന്തുണ്ടെങ്കിലും ഇപ്പൊ എന്ത് വൃത്തിയോട് പറഞ്ഞാലും നിങ്ങൾക്ക് ചിലപ്പോ ഇക്ക അടുത്തറിയാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ ഇക്കെ കുറ്റം പറയുന്നത്. അല്ല ഞാൻ അല്ല നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് 5 വർഷമായിട്ട് അറിയാം. പക്ഷെ എനിക്ക് വീട്ടിലൊരു ആളെ പോലെയാണ് പുള്ളിക്കാരൻ. ഒന്നും സംസാരിച്ചോളൂ, ഇത് മാത്രമേ പറഞ്ഞോട്ട് ഞാനൊന്ന് പറയട്ടെ. ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അത്രേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ബ്രോ നമ്മള് ലൈഫില് നമ്മളൊരു സ്ഥലത്ത് എത്തുമ്പോഴല്ലേ എല്ലാവരും നമ്മളിവിടെ നല്ലത് പറഞ്ഞു നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഒരാള് ആ വ്യക്തി നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് എല്ലാരും പറയുന്ന സമയം എപ്പോഴാണ് ആ വ്യക്തി മരിച്ചു കഴിയുമ്പോൾ. ഞാൻ പഠിച്ച ഒരു പാഠമാണ്. ഞാൻ ഒരുപാട് നടന്മാര് മരിക്കുമ്പോ അവനെ ഡീമോട്ടിവേറ്റ് ചെയ്ത് അവനെ നശിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന ആൾക്കാരില്ല. അന്ന് അവനൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവന്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവന്റെ ഗോൾസിന് വേണ്ടി അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയോ അയാളൊന്ന് പുഷ് ചെയ്ത് കൊടുത്തിരിക്കില്ലേ, അത് വേറെ ലെവലാവും. ആ വ്യക്തി ഈ നാറികൾ കാരണം സൂയിസൈഡ് ചെയ്ത് ഇവന്മാരുടെ ഈ സൈബർ ബുള്ളിങ്ങും ഈ കുറ്റം പറച്ചിലും കാരണം ആ വ്യക്തി സൂയിസൈഡ് ചെയ്യോ അല്ലെങ്കിൽ അയാൾക്ക് ദീനമായ ഒരു അസുഖം വന്ന് അയാൾ മരിക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ ഇവിടുള്ള ആൾക്കാരൊക്കെ അയാളെ മരിച്ചു പോയത്. ഇതാണ് മനുഷ്യൻ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. നല്ല മനുഷ്യന്മാർ ഒരുപാട്, നമ്മൾ ഈ കേരളത്തിലുള്ള നല്ല മനുഷ്യന്മാർ ഒരുപാട് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഞാൻ ഉദാഹരണം സുശാന്ത് സിംഗ് രാജ്പൂത്, മറക്കാൻ പാടില്ലാത്തൊരു നടനാണ്. ഞാൻ എപ്പോഴും ഓർത്തു വയ്ക്കുന്ന കാരണം MS ധോണിയൊക്കെ ഞാൻ എപ്പോഴും കാണുമ്പോൾ MS ധോണി എന്നൊക്കെ പടം MS ധോണിനെ പോലെ തന്നെ അയാൾ അഭിനയിച്ചിട്ടുണ്ട്. ആ വ്യക്തിയെ പറ്റി ഇപ്പോഴും പറയണം. കാര്യം എനിക്ക് ബോംബെയിലുള്ളപ്പോൾ അയാൾ അറിയാം. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളെ പറ്റി പറയാനും അയാളെ സപ്പോർട്ട് ചെയ്യാൻ എത്ര ആൾക്കാരുണ്ടാവും. ഈ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ, ഞാൻ ഉൾപ്പെടെ ഭയങ്കരമായിട്ടുണ്ടാവും. ആ വ്യക്തി അവിടെ അയാളെ 5 പടത്തിൽ നിന്ന് 5 ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ 5 പടങ്ങളിൽ നിന്ന് അയാളെ മാറ്റി നിർത്താണ്. അതും ബിഗ് ബാനർ മൂവീസ് നിന്ന് അയാളെ മാറ്റി. അപ്പോ അയാളെ സപ്പോർട്ട് ചെയ്യാൻ ഒന്നിനും ഒരാളുണ്ടായില്ല. അയാൾ ഡിപ്രഷൻ ടാബ്ലറ്റ് എടുക്കുന്നു, അയാൾ അപ്സെറ്റ്, അയാൾ ഭയങ്കര അൺകോൺഷ്യസ് ആയി, ബോഡിയൊക്കെ പോയി, അയാൾ ഭയങ്കര ഡൗൺ ആയിട്ടുള്ള വീഡിയോ ഒക്കെ റീസെന്റ് കണ്ടിരുന്നു. അനുവിന് കാര്യം അനുവിന് നല്ല സമയം ഉണ്ടാവും, ചീത്ത സമയം ഉണ്ടാവും. ചീത്ത സമയത്ത് അനു ആരും സഹായിക്കില്ല. ഞാൻ പഠിച്ചൊരു പാഠമാണ്. ഞാൻ 6 മാസം ഞാൻ ഫേസ് ചെയ്ത കാര്യമാണ്. എനിക്ക് അപ്പൊ അന്ന് മനസ്സിലായി എന്റെ റിയൽ സുഹൃത്തുക്കൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായ സമയത്ത് 6 മാസം എന്റെ പൊന്ന് ജീവ ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നം പോകും. അങ്ങനത്തെ സിറ്റുവേഷൻ. കാര്യം സൈബർ ബുള്ളിന്റെ അങ്ങറ്റ എനിക്ക് ഫോൺ എടുത്തിട്ടില്ല, സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല, അത്രയും പ്രശ്നമാണ് എനിക്ക്. അതെ, നമ്മളെ കൂടുതൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്. അത് പോട്ടെ, അത് ഞാൻ കല്ലുവില്ല. എന്നാലും ഞാൻ ആലോചിക്കുകയാണ്, ഇത്ര പ്രശ്നം വന്നപ്പോ എന്നെ വിളിച്ച് ആശ്വസിപ്പിക്കാൻ പോലും ഒരാളുണ്ടായില്ല. അല്ല ഞാൻ പറയാനു, നീ എന്നെ അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞത്. എന്നെ ഇഷ്ടമാണെന്നും അല്ല എന്റെ ഫാനാണെന്നും അല്ല എന്നെ ഭയങ്കര ചിൽഡ്രപ്പ് ചെയ്യുന്ന ആളുകളൊന്നും എന്നെ വിളിച്ചിട്ടില്ല. ഒരാളുടെ താഴ്ച കാണാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ആൾക്കാരാണ്. അത് മാത്രമല്ല, എത്ര പേര് സൂയിസൈഡ് ചെയ്തെന്നറിയാവോ? സീരിയസ്ലി അത് ഒരുപാട് ഉണ്ടല്ലോ. അത് സൈബർ ബുള്ളിങ്ങിൽ ഈ സൈബർ ബുള്ളിങ് ഓക്കെ, അത് ഒരു പക്ഷം ഓക്കെ. ഒരു മനുഷ്യന് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ സുശാന്തൊക്കെ മരിക്കാൻ സൂയിസൈഡ് ആണെങ്കിൽ അദ്ദേഹം സൂയിസൈഡ് ആണെന്ന് പറയുന്നു, പോസ്റ്റ്മോർട്ടം അങ്ങനെയാണെന്ന് പറയുന്നു. എനിവേ അത് എനിക്കറിയില്ല. മരിക്കാൻ ഒരു റീസൺ സൈബർ ബുള്ളിങ് കാരണമാണ്. എല്ലാ ആളുകൾക്കും പ്രശ്നങ്ങളുണ്ട് ലൈഫിൽ. അപ്പൊ ഈ പറയുന്നവനൊക്കെ വീട്ടിൽ 1 രൂപ എടുക്കാണ്ടാവില്ല. ഒരു തുക്കട മൊബൈൽ എടുത്തിട്ട് രാവിലെ വൈകുന്നേരം വരെ ഒരു പണിക്കും പോകാതെ അമ്മ അവിടെ പണിക്കും പോയിട്ട് അമ്മ വൈകുന്നേരം കഷ്ടപ്പെടുന്നു. എന്നിട്ട് എല്ലാരും നിരത്തി പിടിച്ച് നെഗറ്റീവ് അടിച്ചിട്ട് ഈ പറയുന്നവന്മാരൊക്കെ നെഗറ്റീവ് കമന്റ് ഇടുന്നവന്മാരില്ലേ ജീവിതത്തിൽ പുരുഷനോ സ്ത്രീ എന്തോ ആയിക്കോട്ടെ ജീവിതത്തിൽ എങ്ങും എത്തിപ്പെടാത്ത ഭയങ്കര ഡിപ്രഷൻ അടിച്ച് അവർക്ക് അവരുടെ ഫ്രസ്ട്രേഷൻ കാരണമാണ് അവർ കമന്റ് ഇടുന്നത്, വേറെ ഒന്നുമല്ല. ഇക്കടെ അക്കൗണ്ടിനകത്ത് എന്തെങ്കിലും പോസ്റ്റോ വീഡിയോക്കകത്ത് നെഗറ്റീവ് കമന്റ് ഇക്ക എങ്ങനെ പ്രതികരിക്കുന്നത്? ഡിലീറ്റ് ചെയ്ത് ഞാൻ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തേ ഞാൻ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും, ആ കമന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇങ്ങനെ വലിച്ചിട്ട് എന്നിട്ട് അവനെ ബ്ലോക്ക് ചെയ്യും. കാര്യം അവനെന്നെ കാണണ്ടാന്നേ. അവനെ കാണുന്നപ്പോഴാന്ന് അറിയോ പൈസ കൊടുത്തിട്ട് തിയേറ്ററിൽ സിനിമ കണ്ടോ, മനസ്സിലായോ? എന്റെ സിനിമ പോയി കാണട്ടെ. അവൻ എന്റെ തിയേറ്ററിൽ പോയിട്ട് എന്റെ സിനിമ കാണുമ്പോ ഞാൻ ഇതൊരു അഹങ്കാരം പറഞ്ഞു കേട്ടോ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാ. ഒരു സിനിമ എങ്ങനെ ഞാൻ ചെയ്യൂല ബ്രോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരെ നമ്മള് ഇത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒരു രീതിയിൽ വന്നങ്ങ് നിൽക്കും. ഈ സാധനം നമ്മൾ ഓവറായിട്ട് ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് റീസെന്റ് കുറച്ച് പ്രശ്നം വന്നല്ലോ. ഞാൻ മീഡിയനെ അങ്ങ്
അടിച്ചാക്ഷേപിച്ചു. എനിക്ക് അതുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരുമ്പോ അവന്മാര് മീഡിയക്കാരെ ഉപദ്രവിക്കും. അവർക്കറിയാം ഞാൻ ബേസിക്കലി പാവാണെന്നെങ്കിൽ പോലും അവർ തന്നെ വെറുതെ ഉപദ്രവിക്കും. അതുപോലെ കിട്ടിയതല്ലേ ഞാൻ ഇങ്ങനെ ചണ്ട കൊട്ടിട്ട് പോലും ഷിയാസുണ്ടോ ഒരു കുട്ടോട്ടോ ശബ്ദം കേൾക്കാലോ. അങ്ങനത്തെ സിറ്റുവേഷന് ഒരാളാണ് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മള് പ്രതികരിച്ചു പോകുമ്പോ സിനിമയില് പറയാൻ എളുപ്പമാണ്, പക്ഷെ നേരിട്ട് നടക്കാൻ അല്ല അതിന്റെ പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്, നീ ഓവറായിട്ട് പ്രതികരിക്കണ്ടേ. നമ്മളിപ്പോ മറ്റേ പ്രശ്നങ്ങൾ വന്നാണ് 5 കൊല്ലം കഴിഞ്ഞില്ല റീലിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റീലിന്റെ താഴെ വന്നിട്ട് ഞാൻ എന്നും സ്ഥിരമായിട്ട് കമ്പനി എടുത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് മാത്രമല്ല എന്റെ ഫാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ ശരി, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അപ്പൊ അതിന്റെ താഴെ വന്നിട്ട് എന്നെ ഫോളോ ചെയ്തിരിക്കുന്ന വേറെ കുറച്ച് പേരുണ്ട്. അപ്പൊ അവര് വന്നിട്ട് ഒന്നുകിൽ കോസ്റ്റ്യൂമിനെ പറ്റിയായിരിക്കും, മേക്കപ്പിനെ പറ്റിയായിരിക്കും, ഭയങ്കര മോശമായിട്ട് നമ്മളെ എന്താ പറയണ്ട ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞാൽ അതുക്കും മേലെ വേറൊരു സംഭവം. ഓരോ ബോഡി പാർട്ടിന് നേരിട്ട് ആരെങ്കിലും എടുത്ത് പ്രതികരിക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ? ഒരിക്കലും അല്ല എന്റെ പൊന്നെ, എന്നെ എങ്ങനെ ഒന്ന് പ്രതികരിക്കുന്നേ. ഒളിയമ്പകളാണല്ല. ഇങ്ങനെയൊക്കെ ഉണ്ട്. വേറെ കോമഡി ഉണ്ടായിട്ടുണ്ട്. കണ്ണൂര് ഒരു ഉദ്ഘാടനം ജിമ്മിന്റെ. അപ്പൊ ഒരുത്തൻ ഞാൻ അടിച്ച് പൂസാന്നാവും പറഞ്ഞു. ഞാൻ സിഗരറ്റ് കുടിക്കില്ല, കള്ളു കുടിക്കില്ല, ഞാൻ കഴിക്കില്ല. ശീശ ദുബായിലൊക്കെ പോട്ടെ നീ അങ്ങനെ പറഞ്ഞ് ഞാൻ അവനെ കണ്ടു. ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനത്തിൽ പോയപ്പോ അവൻ അളിയെ 2 ഇട്ടിട്ടുണ്ട്, ഞാൻ അവിടെ പറയിട്ടു പോന്നു. അവനങ്ങോട്ട് വെട്ടി വേർത്ത് ഞാൻ ചോദിച്ചവനെ പിടിച്ച് തോളത്ത് കൈ വെച്ചിട്ട് ഞാൻ പറഞ്ഞു 2 അടിച്ചിട്ട് ഞാൻ അവിടെ പറഞ്ഞു. അതിങ്ങനെ മരിച്ച വീട്ടിലിങ്ങനെ ചത്ത പോലെ പറഞ്ഞു. അങ്ങനത്തെ അവന്റെ മുഖത്ത് ഇങ്ങനെ ചത്ത പോലെ ഉണ്ടാക്കി പറഞ്ഞ ഓരോരുത്തർക്ക് ചുമ്മാ എന്നെ കണ്ടു കഴിഞ്ഞാൽ തോന്നില്ലോ മുടിയൊക്കെ വളർത്തിട്ടുണ്ട്, കഞ്ചാവാന്ന് തോന്നും. സ്വാഭാവികം, നമുക്കറിയില്ലല്ലോ ബ്രോ. നമുക്ക് അങ്ങനെ ബോംബർലിയുടെ ഫാമിലിയിൽ ഉള്ള ആളല്ലേ അപ്പൊ എന്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, അല്ല ഇക്ക നന്നായിട്ട് മദ്യപിക്കൂലേ, ഷൂട്ടിനൊക്കെ വരുന്നേന്നൊക്കെ. 2 ഇടുമ്പോ ഓഫായി പോകുന്ന കണ്ണിൽ ഓഫ് 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 എഴുതി കാണിക്കാൻ വേണ്ടി കണ്ടച്ചേക്കാം. ഫോണാണ് കണ്ണിൽ ഓഫ്. വന്നാ ഷിയാസ്കോ ഉണ്ട്. ഇതാണ് നമ്മുടെ ഓണർ, വൺ ആൻഡ് ഓൺലി ഷിയാസ്. താരജാടില്ലാത്ത ഒരു വ്ളോഗറാണ് ഷിയാസ്ക. കയ്യൊന്ന് വിടൂ, കയ്യൊന്ന് വിടൂ. ഞങ്ങളെ ഇവിടെ തന്നെയാണ് എന്റെ ഇക്കയുടെ കല്യാണം. ഈ വർഷം ഞാൻ കാണും. ഫുഡ് പറഞ്ഞോ, ഞങ്ങൾ കഴിക്കാം. ഫുഡ് എന്താ പറയും പാവഷിയാസ്ക. നിയമങ്ങൾ നിയമിക്കുന്ന ആളാണ് നെയ്മർ. നെയ്മർ എടി കളിക്കണ കിട്ടിയിട്ടുണ്ട്. അപ്പോ എല്ലാവരും ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം. അതെ.